അത് മൂപ്പായെന്ന് തോന്നുന്നു അല്ലേ ചാ? താഴെ ആയില്ല. നമുക്ക് തോന്നും. ആ, മുറിച്ചാൽ പിഞ്ച. അതിങ്ങനെ പഠിച്ചിട്ട് പൊട്ടണം. അന്നേരം നമുക്ക് താഴ്വായിട്ട്. ഈ അടി നിൽക്കുന്നോ? ഇത് എല്ലാം കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആണല്ലേ? ആയിട്ടില്ല. കളറിയാണല്ലോ. ആ പോവാ. ഇത് കണ്ടാൽ നന്നായിട്ട് മൂത്തായിട്ട് തോന്നും. പക്ഷെ മൂത്തിട്ടില്ല. അച്ഛൻ ചിലപ്പോൾ പറയും മണ്ണി കൈ തൊടാൻ ആർക്കും ഇപ്പോൾ കഴിയലെന്നാ പറയും. കഴിയല. പിന്നെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പം 2 ഗ്രോവായി 2 മുളകോ പച്ചക്കറി എന്തായാലും വെച്ചേക്കാവുന്ന ആൾക്കാർക്ക് തോന്നും. അപ്പം അങ്ങനെ അത് അവർക്കൊരു പ്രചോദനമായിട്ടെന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലായ്ക്ക് സമീപമുള്ള കവികുന്ന് സെൻറ്റ് എഫ്രേംസ് പള്ളിയിലാണ്. ഇവിടെ ആയൂർ ജാക്ക് ഇനത്തിൽപ്പെട്ട 140 പ്ലാവുകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. വികാരി ജോസഫ് വടകര അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെയ്തിരിക്കുന്ന ഈ പ്ലാവ് കൃഷി നമുക്കൊന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ പരിചയപ്പെടുകയും ചെയ്യാം. അച്ഛന് ഈ ഇടവക വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഈ പ്ലാവ് വെക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇടവക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു? അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം വന്നത്, പാരീഷുകൾ ഒരു കുടുംബക്കാർ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പണിത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി റബ്ബർ വെട്ടണം. ഈ ഭാഗം റബ്ബർ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് അപ്പടി കുഴി ആയതുകൊണ്ട് ഇത് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആവും. അവിടെ നിരപ്പുള്ളൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ അങ്ങപ്പുറത്തേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ ഇവിടെ വെട്ടിയ ഭാഗം എല്ലാം കാലിയായി. അപ്പോൾ ഇതിങ്ങനെ തരിശായിട്ട് കിടക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റും. മനുഷ്യർക്കും ഒക്കെ അത് നല്ല വരുമാനം ഉണ്ടായിരുന്ന വെട്ടിക്കളഞ്ഞ് വെച്ചിട്ട് ഇത് ചെയ്തെന്ന് പറയുമ്പം അവർക്കും വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതന്നെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛനിങ്ങനെ ഈ പ്ലാവ് കൃഷി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ് തോന്നിയത്? ഞാൻ ഈ കണ്ടാണ് നമ്മുടെ യൂട്യൂബിലെ ഈ കുറുമാൽക്കുന്ന് പിന്നെ ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. ഒരു വർഗീസ് തരകൻ, തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ ആ പുള്ളിയുടെ തോട്ടം പോയി കണ്ടപ്പോൾ നമുക്കൊരു നല്ല ആകർഷണം തോന്നി. നിറച്ച് ചക്ക കായ്ച്ചു, ചെറിയ മരത്തല്ലേ കായ്ച്ചു നിൽക്കുക അല്ലേ? പുള്ളി ഒരു കോടികളുണ്ടാക്കിയ പുള്ളി. ഇതിലൊക്കെ ഉണ്ട് ചക്ക, ഇതെല്ലാം ഉണ്ട്. ഈ ചക്ക നമുക്ക് മൂപ്പായെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഇതിന് ചക്ക ഉണ്ടാകും 3 മാസം കഴിയും. 3 മാസം കഴിയും. ആയില്ല. ഉള്ളു വരുന്ന പോലെ മുറിച്ചാൽ ശരി മൂപ്പായിട്ടില്ല. 3 മാസം മൂപ്പുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ട്. അടിക്കണ്ടോ? കായ്ച്ചു വരുന്നു അല്ലേ? കായ്ച്ചു. ഇതുപോലെ നമുക്ക് നിർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നമില്ലേ? അതിൻ്റെ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇടിച്ചക്ക ആയിട്ട് ഓടിക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് നിർത്തും അല്ലേ? നിർത്തും. അപ്പോൾ ഇതും കണ്ടത് ഇതിനകത്ത് നിറച്ച് ഉണ്ട്. ഇതിനൊക്കെ അടിയിലൊക്കെ ചക്കയുണ്ട് കേട്ടോ. ചക്കയുണ്ട് നിറച്ച്. ഈ ശേഖരത്തേക്കൂടെയൊക്കെ ചക്കയുണ്ട്. മുകളിൽ കണ്ടോ? അതെ, ഇത് മുട്ട് കൊടുത്തേക്കും അല്ലേ, താഴോട്ട് പോരാതിരിക്കാൻ വേണ്ടി. ഇതിൽ ഒരെണ്ണം നിർത്തുള്ളൂ അല്ലേ? ബാക്കിയുള്ള ഇടിച്ചക്കയായിട്ട് എടുക്കും അല്ലേ? നിർത്തും. ഇടിച്ചക്കയ്ക്ക് നമുക്ക് വില കിട്ടും. ചക്കയായിട്ട് നിർത്തും. ഇടിച്ചക്കയ്ക്ക് അവർ വില എന്നാ വിലയുണ്ട്? ഇടിച്ചക്കയ്ക്ക് 35 കിലോ കിലോയ്ക്ക്. 35 രൂപ. 35 രൂപയ്ക്ക് നമ്മുടെ ആദ്യത്തെ നമ്മൾ കൊടുത്തു. ഒരു സെറ്റ് കൊടുത്തതാ. നിറച്ച് കായ്ച്ചിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തന്നെ പറിക്കാം അല്ലേ? അറിയാം. താഴെ ഉണ്ട്, മുകളിലോട്ടൊക്കെ ഉണ്ടേ. കാണാമല്ലോ. കാണാം. ഇതൊക്കെ കുറേ കൂടെ ഫുള്ളാണ്. ഇതുണ്ടോ? പുറമ്പോക്കിലാണ് നിൽക്കുന്നത് കുറേ. മുഴുവൻ റോഡിലേക്ക് അല്ലേ? നമ്മുടെ പാരീഷ് ഹോളിൻ്റെ പാർക്കിംഗ് ഏരിയ ഇതേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തണലും കിട്ടും. അതെ. വേറെ ആകർഷകത്വം ഉണ്ട്, പിന്നെ അസൗകര്യമില്ല. തണൽ കിട്ടും എന്നുള്ളത് തന്നെ ഒരു പ്രധാന കാര്യമാണ് അല്ലേ? അതെ. ഉണ്ട്. ആകുന്നുള്ളൂ അല്ലേ? നിറച്ച് കഴിച്ചിരിക്കുക. അത് മൂപ്പായെന്ന് തോന്നുന്നു അല്ലേ ചാ? താഴെ ആയില്ല. നമുക്ക് തോന്നും. മുറിച്ചാൽ പിഞ്ച. അതിങ്ങനെ പഠിച്ചിട്ട് പൊട്ടണം. അന്നേരം നമുക്ക് താഴ്വായിട്ട്. ഈ അടി നിൽക്കുന്നോ? ഇത് എല്ലാം കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആണല്ലേ? ആയിട്ടില്ല. കളറിയാണല്ലോ. പോവാ. ഇത് കണ്ടാൽ നന്നായിട്ട് മൂത്തായിട്ട് തോന്നും. പക്ഷെ മൂത്തിട്ടില്ല.
നമ്മുടെ ഈ മലയോര മേഖലയിലൊക്കെ പ്ലാവ് ഉണ്ടായിട്ട് ചക്കയൊക്കെ ഉണ്ടായി വെറുതെ വീണ് പോവുക. അതെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഇങ്ങനെ ഒരു ആശയം വച്ചപ്പം ആളുകൾക്ക് ഇല്ല എതിരഭിപ്രായം വല്ലതും ഉണ്ടായോ? അന്ന് വെച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും പിടികിട്ടിയില്ല സംഭവം. എനിക്കറിയാവുന്ന കാഴ്ചപ്പാടുണ്ട്. ഇതിനകത്ത് ഒരു ചക്ക പോലും പോകുമെന്ന് എനിക്കറിയാം. പോയില്ല. ഇത് ആദ്യത്തെ ചക്ക 2000 രൂപയ്ക്കല്ലേ വിറ്റേ? ഇവിടെയല്ല, നേരത്തെ ഇരുന്നിടത്ത്. എന്നാലും 1000 രൂപയ്ക്കൊക്കെ വിറ്റ സ്ഥലങ്ങളുണ്ട് ഈ ചന്തകളിൽ പോലും. ലേലം ചെയ്ത് പോകുമ്പോൾ ഇത് മോഹവിലയാണല്ലോ. മോഹവില ആദ്യത്തെ ഒരു 12 കിലോ ഉള്ളൊരു ചക്കയായിരുന്നു അതിൻ്റെ ആദ്യത്തെ ചക്കപ്പഴം തിന്നാനൊക്കെ എല്ലാവർക്കും കൊതി. അതെ. എന്തായാലും ഒരു ചക്കയ്ക്ക് 100 രൂപയൊക്കെ നമുക്ക് മിനിമം നമുക്ക് മേടിക്കാൻ പറ്റുന്ന കിട്ടും. ആ, പിന്നെ ഈ കിലോ അനുസരിച്ചാണ്, തൂക്കം അനുസരിച്ചാണ് അതിൻ്റെ വില. ഒരു സാമാന്യം വലിപ്പമുള്ള ചക്കയായി. പറിക്കാറായല്ലേ? ഇതൊരു 10 കിലോ കിട്ടിയേക്കും. 10 കിലോ ഉണ്ട്. കിട്ടാൻ സാധ്യതയുണ്ട്. ഇതുണ്ടോ? അത് ഈ ഇതിനകത്തെ എണ്ണം കുറവുള്ളത് കൊണ്ടാണ് ഇത്രയും വലിപ്പം ഉണ്ടായത് അല്ലേ? എങ്ങനെയാ? എണ്ണം കുറവുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടല്ല, അല്ല ഇത് പിന്നെ കുറച്ചേ ഉണ്ടായുള്ളായിരുന്നു. കുറച്ചുണ്ടായുള്ളൂ. അതുകൊണ്ടാണോ ഈ ഇത്രയും വലിപ്പം വരാൻ സാധ്യത? അല്ല, അതെല്ലാം മറ്റതെല്ലാം വലിപ്പം വെപ്പിക്കാവുന്നതാണോ? ഒപ്പിക്കാന്നല്ലേ? സാധാരണ ഉണ്ടല്ലോ ആൾക്കാർ വിചാരിക്കുന്നത് കൂടുതലൊന്നും ഉണ്ടാകുകയല്ല. അതെ. അതുകൊണ്ട് ആദ്യം അത് കുറേ അടത്തി കളയണം. അതെ. നമ്മുടെ നാടൻ അറിവാണ്. ആണല്ലേ? അതെ. പക്ഷെ അത് മുഴുവൻ നിർത്താൻ പോണേ. അത് ശരി. നമുക്ക് കെയർ ചെയ്താൽ മതി, കിട്ടും. മുളം കൊടുത്താൽ ഈ സാധനത്തിന് ഇഷ്ടംപോലെ കിട്ടും. വളമുണ്ടാവും. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു 10 കിലോയ്ക്ക് മുകളിൽ വരും കേട്ടോ. വരും. ഒരു ചക്ക വരുമ്പോൾ അത് നല്ല ഷേപ്പുള്ള ചക്കയാണ് അല്ലേ? 12 കിലോ വരെയുള്ള ചക്ക ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? നേരത്തെ സ്ഥലത്ത് കൃഷി ചെയ്തേ. അത് ശരി. ആദ്യത്തെ ഞങ്ങൾ ഒരു ചക്ക ലേലം ചെയ്തത് 2000 രൂപയ്ക്ക്. ഒരു ചക്ക, ഒറ്റ ചക്ക. അത് ഞാൻ പള്ളി കൊണ്ട് ലേലം ചെയ്തു. അത് ഈ പിന്നെ എല്ലാ സ്ഥലത്തും ഇല്ലാത്ത സമയത്തല്ലേ ഇത് കായ്ക്കുന്നത് അല്ലേ? അതെ. ഇനിയിപ്പോൾ 24 രൂപ അല്ല 12 മാസം കായ്പ്പിക്കാം. ഈ പ്ലാവിലെ സമയത്ത് മറ്റുള്ളത്തില്ലാത്തടത്ത് നമുക്ക് കായ്പ്പിക്കാം. അത് ശരി. അവിടെ ഒരു നമ്മുടെ കോൽപ്പന്തലിൻ്റെ താഴെ ഒരു നിപ്പുണ്ട്. ഒരു 30 ചക്കെങ്കിലും അതേറ്റോ ഉണ്ട്. ഇതിനിടയ്ക്ക് കുറേ പ്ലാവ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് സോറി, വാഴ. അതെല്ലാം റോബസ്റ്റ അല്ലേ? അതെ. ചെറിയ പ്ലാവിൻ്റെ അല്ലേ? എത്ര ചക്ക? അതെ. അതിന്റെ ചോട്ടിലാണ് കായ്ച്ചിരിക്കുന്നത്. നിലത്ത് മുട്ടിക്കരുത്. മുട്ടിച്ചാൽ അത് കേടായി പോകാൻ സാധ്യത. അതിന് നമ്മളൊരു ചാക്ക് വല്ലതും വെച്ച് കൊടുക്കുമോ? വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു സാമ്പിൾ കാണണമെങ്കിൽ ഇപ്പം നമ്മൾ മുണ്ടുപാലത്തെ അഞ്ചേരിക്കാരുടെ ഒന്നുണ്ട്. ഇവിടെ വലിയൊരു അവസ്ഥയുണ്ട്. ഒരു ഇടത്ത് 150 ഒക്കെ കാണും. ആണ്. അത് എത്ര വർഷം പഴക്കമുള്ള? അതിന് 6 വർഷമൊക്കെ ആയി കാണും. അതല്ലേ? നിറച്ചൊക്കെ ഇലമ്പിക്ക കാഴ്ചയ്ക്ക് ഇലമ്പിക്കുക. ഇത് ഞാനായിട്ട് ചക്ക കിടപ്പുണ്ട്, കണ്ടില്ല? മാറ്റി പിടിച്ചല്ല, നിറച്ച് കാഴ്ചയുണ്ട്. ഇതാണ് കൂടുതൽ ചക്ക കേട്ടോ. അതല്ലേ അല്ലേ? ചെറുതായിട്ടായിരിക്കുന്നത്. കുറേ പൊളിഞ്ഞു പോകുന്നുണ്ട്. ഈ ഇതുപോലെ കാഴ്ച കഴിയുമ്പോൾ നമ്മൾ മുട്ടുവെല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ കുറേ അങ്ങോട്ടോട്ടൊക്കെ വലിച്ചു കിട്ടുന്നുണ്ട്. ഈ ഭാരം ഇത് താങ്ങാൻ പറ്റുമെന്ന് ഈ വലുതായി കഴിയുമ്പോൾ? കയറ് കെട്ടി. കാരണം ഇത് എല്ലാം വലുതാകുമ്പോഴത്തേന് എത്ര കിലോ വരും അല്ലേ? ഇപ്പം ഞങ്ങളിപ്പം നാളെ ഇത് കുറേ മുറിക്കും. ഇതൊക്കെ ഇടിച്ചക്ക പരുവാ. അത് ഇടിച്ചക്ക പരുവായതല്ലേ? അപ്പോൾ ഇതിനെ അങ്ങ് മുറിച്ച് കൊടുക്കും. അന്നേരം പിന്നെ 25 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 100 കിലോ ഉണ്ടെങ്കിൽ 3500 രൂപ കിട്ടും. ശരിയാ. ഇതിന് ഇത്ര തന്നെ എനിക്ക് തോന്നുന്നു ഒരു 50 എണ്ണമെങ്കിലും ഉണ്ടല്ലേ? ഒരു 50 എണ്ണത്തിൽ നമ്മൾ മൂപ്പിക്കാനും വളരെ കുറച്ചല്ലേ നിർത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് വേറെ സംഭവം കളിച്ചിട്ടുണ്ടോ? ഇത് കൂടെ ഒന്നും അറിയാതെ കാന്താരിശ്ശേരി നട്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഉണ്ട്. എല്ലാത്തിനും ചോറുകൂടെ. അപ്പോൾ ഇത് പറിക്കാൻ തന്നെ ഒരു പണിയാണ്. ആവശ്യമായ തണലും കിട്ടിക്കോളും. അതെ. പിന്നെ ഇതിനിടയ്ക്ക് ചേമ്പ് നട്ടിട്ടുണ്ട്. നട്ടിട്ടുണ്ട്. ഇവിടെ കപ്പ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ ആദ്യം കപ്പയായിരുന്നോ? ഏറ്റവും ആദ്യം കപ്പ നട്ടു അല്ലേ? 2ാം വർഷം നട്ടു. ഇത് കപ്പ പറിച്ചതിന് ശേഷം ഇത്രയും വലുതായതുകൊണ്ട് പിന്നെ എരമ്പായി അല്ലേ? ഇത് റോബസ്റ്റ. എന്തോ കപ്പ ഇട്ടാണ്ടാവുകയൊക്കെ ചെയ്യും. നമ്മൾ പ്രാവശ്യം കപ്പ വേണം വെക്കാം. ഇത് മൊത്തം ഈ ട്രിപ്പ് ഇറിഗേഷൻ ആണോ? നനയ്ക്കാനുള്ള
നമ്മുടെ ഈ പ്ലാവിൻ്റെ ചുവട്ടിലെല്ലാം വെള്ളം ചെല്ലും. ഇത് എത്ര വർഷമായി പ്ലാവ് നട്ടിട്ട്? 1.5 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അതെ അല്ലേ. ഇതിനിടയ്ക്ക് ഈ കാണുന്ന ചെടി എന്നാ ഇത്? ഈ കാണുന്ന അവക്കാട. അവക്കാട കഴിക്കാൻ തുടങ്ങിയോ? ഇല്ല, അടുത്ത വർഷം വേണേൽ കഴിക്കാം. ഈ എത്ര പ്ലാവ് നട്ടിട്ടുണ്ട് ഇതിനകത്ത്? 140 വെച്ചു. വലുത് അതിൽ 100 അടുത്തേ കാണുള്ളൂ. കായ്ക്കാൻ തുടങ്ങിയത് അല്ലേ? ഇതിൻ്റെ വിപണി എല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ? ഇവിടെ ഒന്ന് കൊണ്ടുപോകും തമിഴ്നാട്ടുകാർ. പറഞ്ഞിട്ടുണ്ട് അല്ലേ? കൊണ്ടുപോയി. ഇതിന് ടേസ്റ്റ് ഉണ്ടോ? ഇത് കഴിച്ചു നോക്കിയായിരുന്നോ ഇതിൻ്റെ? ഞാൻ കഴിച്ച് നോക്കിയിട്ടുള്ളതാണ്. നോക്കിയിട്ടില്ല. ഇപ്പോൾ പറിച്ചില്ലേ നമ്മൾ? അതല്ലേ. ഇവിടെ ആദ്യത്തെ വിളവെടുപ്പാണോ ഈ വർഷം? ഇടിഞ്ചക്ക. അതെ. ഇടിഞ്ചക്ക പറിച്ചായിരുന്നു കുറച്ച്. ഈ ശനിയാഴ്ച നാളെ ഇപ്പോൾ ഒരു 50 കിലോയെങ്കിലും പറിക്കും. അതിനാവശ്യക്കാരുണ്ട്. അതവർ വരും. ഇവിടെ ഒരു വലിയ കച്ചവടക്കാരനുണ്ട്. അത് ശരി. അല്ല, പുള്ളിയുടെ ഒരു 600 പ്ലാവുണ്ട്. അപ്പോൾ ആ കക്ഷിയുടെ എടുക്കാൻ മരുന്ന് കൊടുത്ത് നമ്മുടെ എങ്ങോട്ടേ എടുത്തോണ്ട് പോക്കോളും. ഇപ്പം എന്ത് നമുക്ക് വില കിട്ടും നമുക്ക് ഇതിന്? 35 ആക്കിക്കൊണ്ടിരുന്ന ഒരു കിലോയ്ക്ക്. എൻ്റെ പേര് കുര്യാച്ചന്. ഈ ഇടവേല ആൾ തന്നെയാണോ? അതെ. കൈക്കാരൻ്റെ പോലാണോ? മുൻകൈക്കാരനായിരുന്നു. അല്ലേ? ആളുകൾ ഇത് കണ്ടിട്ട് കൃഷി ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രയോജനമായിരിക്കും. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കും പുറത്തുനിന്ന് വരുന്നവരും കാണാൻ വരുന്നവർക്കും ഒക്കെ എല്ലാവരെയും ഒരു ആകർഷണം ഉണ്ട് അല്ലേ? അതെ. പള്ളിക്കൊരു പ്രത്യേക ഒരു ഭംഗി വന്നു അല്ലേ? അതെ. അച്ഛന് ഇതിനു മുമ്പ് ഇരുന്ന ഇടവകയിലൊക്കെ ഇതുപോലെ കൃഷികൾ ചെയ്തിരുന്നോ? അച്ഛൻ നേരത്തെ ഇരുന്ന സ്ഥലങ്ങളിലും ചെയ്തിരുന്ന പറഞ്ഞു വാഴക്കൃഷി. അതെ. പിന്നെ കിഴക്ക് ഭാഗത്തോടത്തിരുന്നടുത്ത് 10 ഏക്കർ സ്ഥലത്ത് മറ്റേ ഏലക്കൃഷി ചെയ്തിരുന്നു. അതൊക്കെ വൻ വിജയമായിരുന്നു. അപ്പം അച്ഛൻ ഇവിടെ വന്നപ്പം നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ ചെയ്തേ? അല്ല, അച്ഛൻ പറഞ്ഞു നമുക്കിങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ ഇടവകക്കാരുടെ മുഴുവൻ ഒരു പിന്തുണ ഉണ്ടായിരുന്നോ? ഉണ്ട്. പിന്നെ ഇപ്പം ഇങ്ങനെ എല്ലാം വിളവെല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും സന്തോഷമായി. അതെ. ആദ്യം എതിരഭിപ്രായം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. കൃഷി ചെയ്യുന്നതിനോട് ആർക്കും എതിരില്ലല്ലേ? അപ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഈ കൃഷിയിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയാം? അവർക്കിപ്പം അതായത് അച്ഛൻ ചിലപ്പോൾ പറയും മണ്ണിൽ കൈ തൊടാൻ ആർക്കും ഇപ്പോൾ കഴിയലെന്നാണ് പറയും. പിന്നെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പം 2 ഗ്രോവായി 2 മുളകോ പച്ചക്കറി എന്തെങ്കിലും വെച്ചേക്കാവുന്ന ആൾക്കാർക്ക് തോന്നും. അപ്പം അങ്ങനെ അത് അവർക്കൊരു പ്രചോദനമായിട്ടെന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.